എവ്രി വൺ. നമ്മുടെ ഇൻഡസ്ട്രീസ് എക്സ്പ്രഷൻ ഓഫീസർ എക്സാമിൻ്റെ റിവിഷൻ സീരീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ വരുന്ന മൊഡ്യൂളാണ് പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. 12 മാർക്കാണ് നമുക്ക് ഈ മൊഡ്യൂൾ പഠിക്കുന്നതിലൂടെ കിട്ടുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ടും ഈ മൊഡ്യൂളിൽ വരുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസും ഒരിടത്ത് കൊണ്ടുവരാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി റിവൈസ് ചെയ്യാനായിട്ട് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും, ഷീറ്റ് പോലെ ഇക്വേഷൻസ് എല്ലാം മാത്സിൽ എഴുതി വയ്ക്കും. സോ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു കെൻ റെഫർ ദിസ് വീഡിയോ ആൻഡ് എല്ലാ ഇക്വേഷൻസും നോട്ട് ഡൗൺ ചെയ്യാൻ. എല്ലാ ഇക്വേഷൻസും നമുക്ക് എക്സാമിന് യൂസ് ചെയ്യുന്ന എല്ലാ ഇക്വേഷൻസും ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എക്സാമിന് വേണ്ടുന്ന എല്ലാ ഫോർമുലാസും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ലെറ്റ് സ്റ്റാർട്ട്. സ്റ്റാർട്ടിങ് വിത്ത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീനും ഹാർമോണിക് മീനും, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ മീനാണ് നോക്കുന്നത്. ഇപ്പോൾ മീൻ വരുമ്പോഴത്തേക്കും സോ മീൻ വരുമ്പോൾ നമുക്ക് മീനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി, ടോട്ടൽ ഫ്രീക്വൻസി. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എന്നത് എഴുതുന്നത്, എക്സിൻ്റെ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡഡ് ബൈ എന്ന് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി മീൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, മീൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n+1/2 എന്നാണ് എഴുതുന്നത്. ഇനി ചില കേസസിൽ രണ്ട് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അതായത് x1 എന്ന് പറഞ്ഞിട്ടൊരു സെറ്റും x2 എന്ന് പറഞ്ഞിട്ടൊരു സെറ്റും ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മീന് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ട് ഈ രണ്ട് ഡേറ്റാ സെറ്റും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ പുതിയ കമ്പൈൻ ചെയ്ത സെറ്റിൻ്റെ മീൻ എത്രയെന്ന് ചോദിക്കുന്നുണ്ട്. ഗ്രാൻഡ് മീൻ അല്ലെങ്കിൽ കമ്പൈൻഡ് മീൻ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കേസിൽ നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ട്, കമ്പൈൻഡ് മീൻ. കമ്പൈൻഡ് മീൻ എക്സ് സി ബാർ എന്ന് പറയുന്നത് n1 x1 bar plus n2 x2 bar ഡിവൈഡഡ് ബൈ n1 plus n2. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെറ്റിൻ്റെ ടോട്ടൽ നമ്പറും ആവറേജ് ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അവിടുത്തെ സം കിട്ടി. അടുത്ത് സെക്കൻഡ് സെറ്റിൻ്റെ ഫ്രീക്വൻസിയും ആവറേജും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ രണ്ടാമത്തിൻ്റെ സം കിട്ടി. അപ്പോൾ ടോട്ടൽ സം ചെയ്യുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. അതാണ് നമ്മുടെ ന്യൂമറേറ്റർ. പിന്നെ ടോട്ടൽ ഫ്രീക്വൻസിക്ക് n1 n2, ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എത്ര ഡേറ്റാ പോയിന്റ്സ് ഉണ്ടെന്നുള്ളതാണ് അല്ലേ, അതാണ് n1 ഉം n2 തന്നിട്ടുള്ളത്. സോ കമ്പൈൻഡ് മീൻ എടുക്കുന്നത് ഇങ്ങനെയാണ്. ജോമെട്രിക് മീൻ വരുമ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ ജോമെട്രിക് മീൻ ഉണ്ടെങ്കിൽ റൂട്ട് എടുത്താൽ മതി, റൂട്ട് ഓഫ് PQ. ഓക്കെ, രണ്ട് നമ്പറേ ഉള്ളൂ. ഇനി അല്ല ഒരുപാട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എല്ലാ നമ്പേഴ്സിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുക. x1 x2 x3 അപ് ടു xn വരെ ഉണ്ടെന്ന് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക ടു ദ പവർ n. nth റൂട്ടാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ, nth റൂട്ട്. ഇപ്പം 3 നമ്പർ ഉണ്ടെങ്കിൽ ക്യൂബ് റൂട്ട് എടുക്കുക, 2 നമ്പർ ഉണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുക, 7 നമ്പർ ഉണ്ടെങ്കിൽ 7th റൂട്ട് എടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഹാർമോണിക് മീനിലേക്ക് വരുവാണെങ്കിലോ, ഹാർമോണിക് മീൻ 2 നമ്പർ ഉണ്ടെങ്കിൽ 2pq/p+q, 2pq/p+q. ജനറിക് ആയിട്ടുള്ള നമ്പർ ഇക്വേഷൻ എന്ന് പറയുന്നത് n ഡിവൈഡഡ് ബൈ എല്ലാ x1 x2 x3 വാല്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സം എടുക്കുക. 1/x1 + 1/x2 + 1/x3 അപ് ടു 1/xn. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീനും GM-ഉം HM-ഉം. ഇനി നമുക്ക് നോക്കേണ്ടത് മീഡിയൻ ആണ്. അപ്പോൾ മീഡിയൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ കുറേ ഡേറ്റ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ വാല്യൂ ആണ്. എന്താണ് മിഡിൽ വാല്യൂ, മിഡിൽ മോസ്റ്റ് വാല്യൂ. അത് കണ്ടുപിടിക്കുന്നത് n/2th ടേം, അതായത് മിഡിൽ വരുന്ന ടേം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ n+1/2th ടേം. അതെപ്പോഴാണ് വരുന്നത്, നടുക്ക് നമുക്ക് രണ്ട് നമ്പേഴ്സ് വരുമ്പോൾ ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ നമ്മൾ പുതിയ ചെയ്യുന്നത് എന്താണ്, n+1th ടേം ആണ് എടുക്കുന്നത്. ഇത് ജനറലി നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ 2 3 ഫസ്റ്റ് ഒരു അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാക്കിയിട്ട് അതിൻ്റെ മിഡിൽ വാല്യൂ എടുക്കുകയാണ് ചെയ്യുന്നത്. 4 5 6 7 8 9 1 2 1 2. സോ നോക്കിയാൽ നടുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട് 5 6. നമ്മൾ 5 + 6 ഡിവൈഡഡ് ബൈ 2 ഇതിൻ്റെ ആവറേജ് എടുക്കും. ഓക്കെ, ഇനി അല്ല ഇതിൻ്റെ കൂടെ ഒരു 10 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്, മിഡിലിൽ നമുക്ക് 6 മാത്രമേ ഉള്ളൂ. സോ മീഡിയൻ എന്ന് പറയുന്നത് 6 ആണ്. ഇതുപോലെ തന്നെ ഇക്വേഷനിൽ ഇത് നമുക്ക് വെറുതെ എക്സിൻ്റെ ഡേറ്റാ പോയിന്റ്സ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ടതാണ്. ഇനി ഇതല്ലാണ്ട് ഗ്രൂപ്പ്ഡ് ഡേറ്റ ഉണ്ട്. ഗ്രൂപ്പ്ഡ് ഡേറ്റ ക്ലാസ് ഇൻ്റർവൽസ് ആയിട്ട് ഡേറ്റ തന്നിട്ടുണ്ട്. അതായത് 0 to 10 10 to 20 20 to 30 ഇങ്ങനെ തന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസി 5 10 15 ഇങ്ങനെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ നമ്മൾ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത്. മീഡിയൻ ഈക്വൽ ടു
L plus m by 2 minus C divided by F into H. Okay. ഇതിൽ L എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ബൗണ്ടറി ആണ്. ഓക്കെ, L എന്ന് പറയുന്നത് ലോവർ ബൗണ്ടറി ഓഫ് മീഡിയൻ ക്ലാസ്. ഓക്കെ, മീഡിയൻ ക്ലാസ് അങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി എടുക്കും. ഇവിടെ ഇപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി ഒക്കെ 15 15 15 30ആണ്. ഓക്കെ, 30ൻ്റെ ഹാഫ് എടുക്കുക. 30ൻ്റെ ഹാഫ് എടുക്കുമ്പോഴത്തേക്കും 15. അപ്പോൾ 15 എവിടെയാണ് വരുന്നത്? 15th ടേം അല്ലെങ്കിൽ 15th വാല്യൂ എവിടെയാണ് വരുന്നത്? ഇതിൻ്റെ അകത്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ബൗണ്ടറി ആണ് നമ്മൾ എടുക്കുന്നത് 20. ഇവിടെ 20 വരും. n/2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 15 ആണ് അല്ലേ? സോ ഈ ഹോൾ ടേം 15. സി എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുന്നേയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യും. ഇത് 5, ഇവിടെ 5 + 10 വരും 15, 15 + 15 30 വരും അല്ലേ? അപ്പോൾ ഇതിൽ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുന്നേയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അത് 50. ഇനി H എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? ഈ ഒരു ക്ലാസിൻ്റെ വിട്ടാണ്. ഓക്കെ, 0 to 10 ആകുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 10 പോയിന്റ്സ് ആണ്. അപ്പോൾ 10 ഫ്രീക്വൻസി മീഡിയൻ ക്ലാസിൻ്റെ തന്നെ ഫ്രീക്വൻസിയാണ്, വിച്ച് ഇസ് 15. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പിൻ്റെ ഡേറ്റയ്ക്ക് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. മോഡിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ നമുക്ക് നോക്കാം. മീഡിയൻ പോലെ തന്നെ മോഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്നതാണ്. അതായത് ഇപ്പോൾ ഒരുപാട് ഒരു 10 നമ്പേഴ്സ് വന്നിട്ടുണ്ട്, അതിൽ ഏറ്റവും തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഏതാണ്, അതാണ് നമ്മൾ മോഡായിട്ട് എടുക്കുന്നത്. പക്ഷേ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. L plus f0 minus f1 divided by 2f0 minus f1 minus f2 into h. ഇതിൽ L എന്ന് പറയുന്നത് നമ്മൾ മൊഡാൽ ക്ലാസിൻ്റെ ലോവർ ബൗണ്ടറിയാണ് L എന്ന് പറയുന്നത്. F1 എന്ന് പറയുന്നത് മൊഡാൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, F1. അപ്പോൾ മൊഡാൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസി F1 ആണെങ്കിൽ അതിന് മുന്നത്തെ ക്ലാസ്സാണ് F0 എന്ന് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ മുന്നത്തെ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി F0 എന്ന് എടുക്കും. അതിന് ശേഷമുള്ള ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി F2 ആയിട്ടും എടുക്കും. അപ്പോൾ F0, F1, F2, H നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിൻ്റെ വിത്ത് തന്നെയാണ്. ഓക്കെ, പിന്നെ മൊഡാൽ ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഇപ്പം 0 to 10, 10 to 20, 20 to 30, 30 to 40, 3 to 9, 7 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലാസ് ഇൻ്റർവെൽസും ഇത് ഫ്രീക്വൻസി. ഇതിൽ ഏറ്റവും വലിയ ഫ്രീക്വൻസി നമ്പർ ഏതാണ്? 9. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡാൽ ക്ലാസ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി F0, F1, അതിന് മുന്നത്തെ F0, അതിന് ശേഷമുള്ളത് F2. പിന്നെ ഇതിൻ്റെ ലോവർ ബൗണ്ടറി L ആയിട്ട് എടുക്കും. പിന്നെ ഗ്യാപ്പ്, അതിൻ്റെ ഇടയിലുള്ള രണ്ട് ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് H ആയിട്ട് എടുക്കും. ഓക്കെ, സോ ഇതാണ് മീഡിയൻ്റെ ഇക്വേഷൻ. ഇനി മീനും മീഡിയനും മോഡ് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതും കൂടെ നോക്കാനുണ്ട്. നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ മോഡറേറ്റ്ലി സിമെട്രിക്കൽ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് മോഡ് ഈസ് ഈക്വൽ ടു 3 times ഓഫ് മീഡിയൻ മൈനസ് 2 times ഓഫ് മീൻ. മോഡ് കണ്ടുപിടിക്കാം. അതേസമയം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്കൽ ആണെങ്കിൽ ഇത് മൂന്നും സെയിം ആയിരിക്കും. മോഡും മീഡിയനും മീനും എല്ലാം സെയിം ആയിരിക്കും. മീൻ, മീഡിയൻ, മോഡ് വിൽ ബി ഈക്വൽ. ഓക്കെ, സോ ഇതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നോക്കാനുണ്ട്. പക്ഷെ അതിന് മുന്നേ നമുക്ക് കാൽപിയസും കോഎഫിഷ്യൻ ഓഫ് കോറിലേഷൻ നോക്കാം, കൊവേരിയൻസ് നോക്കാം, റിഗ്രഷൻ ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യൻസും നോക്കിയിട്ട് ഡിസ്പേർഷനിലോട്ട് കടക്കാം. ഓക്കെ, സോ കാൽപിയസും കോഎഫിഷ്യൻ ഓഫ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരുന്ന R is equal to സിഗ്മ x minus x bar into y minus y bar divided by root of sigma x minus x bar the whole square. നമ്മൾ ഡീവിയേഷൻസ് എടുക്കുകയാണ്. എക്സിൽ ആവറേജിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ആയിരിക്കുന്നു ആ ഡീവിയേഷൻസിൻ്റെ പ്രോഡക്റ്റും സ്ക്വയറും ഒക്കെയാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ y minus y bar the whole square. ഓർ ഇതിനെ വേറെ രീതിയിലും എഴുതാം. n into sigma xy minus sigma x into sigma y divided by root of n sigma x square minus sigma x the whole square into root of n sigma y square minus sigma y the whole square. ഓക്കെ, ഇങ്ങനെ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് കാൽപിയസും കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കൊവേരിയൻസ് ആണ്. കൊവേരിയൻസിൻ്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക.
covariance equal to sigma xy divided by n minus sigma x by n into sigma y by n. ഓക്കെ, ഈ സിഗ്മ എക്സ് ബൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സിൻ്റെ ആവറേജ്. സിഗ്മ വൈ ബൈ എന്ന് പറയുന്നത് വൈൻ്റെ ആവറേജ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അതിനൊന്ന് റീപ്ലേസ് ചെയ്ത് എഴുതാം. സിഗ്മ എക്സ് ബൈ ബൈ എൻ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ബാർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാം. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ എഴുതിയോ? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കൊവേരിയൻസുമായിട്ടുള്ള ഇതിൻ്റെ റിലേഷൻ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനെ ആർ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൊവേരിയൻസ് വെച്ചിട്ട് ഇൻ ടേംസിൽ എഴുതുമ്പോഴത്തേക്കും കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഇൻ ടേംസ് ഓഫ് കൊവേരിയൻസ് ആണ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആർ ഈസ് ഈക്വൽ ടു കൊവേരിയൻസ് മേളിൽ വരും. കൊവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ, എക്സിൻ്റെ മൈൻഡും കൊവേരിയൻസും സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഓക്കെ, ഇതാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് വിത്ത് റെസ്പെക്ട് ടു കൊവേരിയൻസ് നമ്മൾ എഴുതുന്ന ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് റിഗ്രഷൻ്റെ ഇക്വേഷൻ നോക്കാം. റിഗ്രഷനിൽ നമ്മൾ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഫിറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. സോ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്നൊരു ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ എക്കും ബിക്കും വാല്യൂസ് ഉണ്ട്. ഓക്കെ, അതിൽ ബി എന്ന് പറയുന്നത് എങ്ങനെയെന്ന് എഴുതാം? where b is equal to n into sigma xy minus sigma x into sigma y divided by n sigma x square minus sigma x the whole square. Okay, also a connect in equation under y bar equal to a plus b x bar. Y bar and x bar y ഇന്റെയും x ഇന്റെയും വാല്യൂസിന്റെ ആവറേജസ് ആണ്. ഓക്കെ, ഇനി ഇതാണ് റിഗ്രഷൻ്റെ ഇക്വേഷൻ വരുന്നത്. ഈ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമ്മളിവിടെ പഠിച്ചു. അത് റേഞ്ച് ചെയ്യുന്ന വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ കോഎഫിഷ്യൻ്റ് -1 to +1 ഇതിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് വാല്യൂ കിട്ടുന്നത്. ചേഞ്ച് ഇൻ ഒറിജിൻ ആൻഡ് സ്കെയിൽ. റിഗ്രഷൻ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞില്ല, ഇവിടെ റിഗ്രഷൻ മാത്രമല്ല, റിഗ്രഷൻ കോഎഫിഷ്യൻസും കൂടെ ഒന്ന് പറയും. റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് വൈ ഓൺ എക്സും ഒന്ന് എക്സ് ഓൺ വൈയുമാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഈ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ്. എയും ബിയുമാണ് കോഎഫിഷ്യൻസ്. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഇവിടെ കണ്ടോ ബി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നതാണ് ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ബി വൈ എക്സും ഉണ്ട്, ബി എക്സ് വൈയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. റിഗ്രഷൻ ലൈൻ രണ്ട് രീതിക്ക് എഴുതാം. ഓക്കെ, വൈ അപ്പോൺ എക്സും എക്സ് അപ്പോൺ വൈയും എഴുതാം. ഫസ്റ്റ് ഞാൻ എഴുതുന്നത് റിഗ്രഷൻ ഓഫ് വൈ ഓൺ എക്സ്. റിഗ്രഷൻ ഓഫ് വൈ ഓൺ എക്സ്, അതായത് നമ്മുടെ ഇക്വേഷൻ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് വരും. ഇങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്കും നമ്മളെ ബി വൈ എക്സ് എങ്ങനെ വരും? അപ്പോൾ ഇവിടെ വൈ അപ്പോൺ എക്സ്, വൈക്ക് ഈക്വൽ ആയിട്ടാണ് എക്സ് വരുന്നത്. അപ്പോൾ ഈ ബി ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ ബി വൈ എക്സ് ആണ് ആക്ച്വലി. ഓക്കെ, അത് ഓർക്കാൻ എളുപ്പ വഴി തന്നെ ഇക്വേഷൻ നമുക്ക് രണ്ട് രീതിയിൽ വരാം. റിഗ്രഷൻ ഓഫ് എക്സ് ഓൺ വൈ, എക്സ് ഓൺ വൈ വരുമ്പോൾ എങ്ങനെ വരും? എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്ന് വരും അല്ലേ? ഈ ഇക്വേഷൻ വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. അപ്പോൾ ഇവിടെ വൈ ഈക്വൽ ടു എന്ന് എഴുതിയുണ്ട്, ബിൻ്റെ ടേം എന്താ ഇങ്ങനെ വരും? ബിൻ്റെ സഫിക്സ് വൈ കഴിഞ്ഞിട്ട് എക്സ് വരും. ഇവിടെ ആദ്യം എക്സ് കിടക്കുന്നുണ്ട്, ബിൻ്റെ ടേമിൻ്റെ സഫിക്സ് ആദ്യം എക്സ് രണ്ടാമത് വൈ, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇക്വേഷൻ നമ്മളിവിടെ ഈ ഇക്വേഷൻ എഴുതിയില്ല, അത് അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാം. n sigma xy minus sigma x into sigma y divided by n sigma x square minus sigma x the whole square. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും ബി എക്സ് വൈ ആയില്ലേ? ഇവിടെ വന്നപ്പോൾ ബി എക്സ് വൈ, രണ്ടാമത്തെ ലെറ്റർ വൈ അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ മേളിലത്തെ ന്യൂമറേറ്റർ മാറ്റമൊന്നുമില്ല, ഡിനോമിനേറ്ററിൽ എക്സ് മാറ്റി വൈ കൊടുക്കണം, അത്രയും ചേഞ്ച് ഉള്ളൂ. n sigma xy minus sigma x into sigma y divided by n sigma y square minus sigma y the whole square. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? ഇത്രയും ഈ വൈ ഈ ബി വൈ എക്സ് കണ്ടുപിടിച്ചിട്ട് വൈ ബാറും എക്സ് ബാറും കണ്ടുപിടിച്ച് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ടേംസിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതും? വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. ഇതിൽ എന്ത് ചെയ്യും? നമ്മൾ മീൻ കുറയ്ക്കും. വൈ മൈനസ് വൈ ബാർ പ്ലസ് എ പ്ലസ് വരത്തില്ല, ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അതായത് ഇപ്പോൾ ചില ഇക്വേഷൻസിൽ എക്സും വൈൻ്റെ വാല്യൂസ് മാത്രം തന്നിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് റിഗ്രഷൻ ഓഫ് വൈ ഓൺ എക്സ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് എക്സിൻ്റെ വാല്യൂസിൻ്റെ ആവറേജ് എടുക്കുക, വൈൻ്റെ വാല്യൂസിൻ്റെ ആവറേജ് എടുക്കുക, എന്നിട്ട് വൈ ഓൺ എക്സ് ആണെങ്കിൽ ബി വൈ എക്സ് കണ്ടുപിടിക്കുക, എക്സ് ഓൺ വൈ ആണെങ്കിൽ
ബി എക്സ് വൈ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേസ് റിഗ്രഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണെങ്കിൽ ഇവിടെ തിരിഞ്ഞു വരും. എക്സ് കിടക്കുന്നിടത്ത് വൈയും വൈ കിടക്കുന്നിടത്ത് എക്സും. എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു റിലേഷനും കൂടിയുണ്ട്, കോറിലേഷൻ കോഎഫിഷ്യന്റ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആയിട്ട് എങ്ങനെയാണ് വരുന്നത്. കോറിലേഷൻ കോഎഫിഷ്യന്റ് ആറാണ്, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഓക്കെ, കോറിലേഷൻ കോഎഫിഷ്യന്റ് കിട്ടും. ഇനി വരുന്നത് ചേഞ്ച് ഇൻ ഒറിജിൻ ആൻഡ് സ്കെയിൽ. ഇപ്പം നമ്മൾ ഒരു ഡേറ്റ സെറ്റ് ഉണ്ട്, x1 x2 x3 അപ് ടു xn എന്ന് കുറേ വാല്യൂസ് പോകുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ചേഞ്ചസ് ഞാൻ ഈ ഡേറ്റ സെറ്റിൽ വരുത്തുവാണ്. ആൻഡ് ഐ എം സെയിങ് ദാറ്റ് ഈ ഓരോ വാല്യൂസിലും ഞാൻ ഒന്നുകിലൊരു എല്ലാത്തിലും ഒരുപോലെ ഒരു പെർട്ടിക്കുലർ സി എന്ന് പറയുന്ന ഒരു വാല്യൂ ആഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ എല്ലാ ടേംസായിട്ട് സി മൾട്ടിപ്ലൈ ചെയ്യുവാണ്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ ഈ അഡീഷനും സബ്ട്രാക്ഷനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ ഒറിജിൻ. അതേസമയം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനെയും നമ്മൾ ചേഞ്ച് ഇൻ സ്കെയിൽ എന്ന് പറയും. ചേഞ്ച് ഇൻ സ്കെയിൽ. സോ ഈ ഒറിജിനും സ്കെയിലും ചേഞ്ച് ആകുമ്പോൾ ബാക്കി നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എങ്ങനെ മാറും എന്നുള്ളതാണ് നോക്കേണ്ടത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ എന്താ സംഭവിക്കുക? മീൻ, മീഡിയൻ, മോഡ്. മീൻ എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീനും ഹാർമോണിക് മീനും അല്ല. അരിത്തമെറ്റിക് മീനും മീഡിയനും മോഡും ഒറിജിനിൽ വ്യത്യാസം വരുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലസ് സി ആണെങ്കിൽ മീനും എന്ത് ചെയ്യും? പ്ലസ് സി ആവും. ഇനി നമ്മൾ ഒരു വാല്യൂ എല്ലാ ഡേറ്റ പോയിന്റ്സിലും കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മീനിൽ നിന്ന് മൈനസ് സി കുറയും. അതേസമയം സ്കെയിൽ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഓരോ വാല്യൂ നമ്മളൊരു വേറൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ നമ്മുടെ മീനും ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആവും. എല്ലാ വാല്യൂസിനെ ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ കൊണ്ട് നമ്മുടെ ഹോൾ മീൻ, മീഡിയൻ, മോഡ് അതെന്ത് ചെയ്യും? ഡിവൈഡ് ആവും. ഓക്കെ, സോ ഇതാണ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ചേഞ്ച് ഓഫ് സ്കെയിലിൽ വരുന്നത്. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ട, ഇവിടെ ഞാൻ പറയുവാണ്, ചേഞ്ച് ഇൻ ഒറിജിൻ ഒരിക്കലും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ ബാധിക്കില്ല. ചേഞ്ച് ഇൻ ഒറിജിൻ അതായത് പ്ലസ് മൈനസ് അഡീഷൻ സബ്ട്രാക്ഷൻ. ചേഞ്ച് ഇൻ ഒറിജിൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ ബാധിക്കില്ല. ഓക്കെ, മെഷേഴ്സ് ഡിസ്പേർഷനെ ബാധിക്കില്ല. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നമുക്ക് നോക്കാം. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ ഫസ്റ്റ് വരുന്നത് റേഞ്ച് ആണ്. റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ ചെയ്യുന്നതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോഎഫിഷ്യൻറ്റും കണ്ടുപിടിക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ എൽ മൈനസ് എസ്, വലുത് മൈനസ് ചെറുത് ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എസ്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റേഞ്ചിൻ്റെ ഇക്വേഷനായി. അടുത്തത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ്റെ വരുന്നത് കോർട്ടൈൽ ഡീവിയേഷൻ. കോർട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇന്റർ കോർട്ടൈൽ റേഞ്ച് അറിയണം. അപ്പോൾ കോർട്ടൈൽസ് പലതുണ്ട്. അതിൽ ഇന്റർ കോർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1, തേർഡ് കോർട്ടൈൽ മൈനസ് ഫസ്റ്റ് കോർട്ടൈൽ. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഡിഫറൻസിനെയാണ് ഇന്റർ കോർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്. കോർട്ടൈൽ ഡീവിയേഷൻ QD എന്ന് എഴുതാറുണ്ട്. അത് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ്. അതായത് IQR ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നതാണ് കോർട്ടൈൽ ഡീവിയേഷൻ. ഇതിനും കോഎഫിഷ്യൻ്റ് ഉണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് കോർട്ടൈൽ ഡീവിയേഷൻ. അതെങ്ങനെയാണ് നേരത്തെ ചെയ്തപോലെ തന്നെ Q3 മൈനസ് Q1 ബൈ 2 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 മൊത്തം ക്യാൻസൽ ആയി പോയിട്ട് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 എന്ന് വരും. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് കോർട്ടൈൽ ഡീവിയേഷൻ പഠിച്ചു, ഇത് വേരിയേഷൻ ആണ്. ഓക്കെ, വേരിയേഷൻ ആണ്. ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ ഫാക്ടറിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 ഇൻറ്റു 100. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു കോർട്ടൈൽ വേരിയേഷൻ നമുക്ക് Q3 Q1 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ Q3 Q1 ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇപ്പം ഡേറ്റ ടൈപ്പ് 3 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 2 3 ഇങ്ങനെ തന്നിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് വിളിക്കും. ഇനി ഡിസ്ക്രീറ്റ് ഉണ്ട്. ഡിസ്ക്രീറ്റ് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? എക്സും എഫും തന്നിട്ടുണ്ടാവും. എക്സ് 1 ആണെങ്കിൽ ഫ്രീക്വൻസി അതിൻ്റെ 10 ആണ്, 2 ആണെങ്കിൽ ഫ്രീക്വൻസി അതിൻ്റെ 15, ഇങ്ങനെ തരുന്നതാണ് ഡിസ്ക്രീറ്റ്. കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്തിട്ടുണ്ടാകും. അതായത് ക്ലാസ് തന്നിട്ടുണ്ടാകും, ക്ലാസ് എക്സും എഫും അല്ലേ. അപ്പോൾ 0 to 5, 5 to 10, 10 to 15, 15 to 20 കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. ഇതാണ് കണ്ടിന്യൂസ്. ഇതിൽ ഇൻഡിവിജ്വലും ഡിസ്ക്രീറ്റും വരുമ്പോൾ നമ്മൾ kth കോർട്ടൈൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ
k ഇൻറ്റു n പ്ലസ് 1/4 ടേം. ഇനി ഗ്രൂപ്പ്ഡ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഗ്രൂപ്പ്ഡ് ഡേറ്റ വരുമ്പോൾ kth ക്വാർട്ടൈൽ കണ്ടുപിടിക്കുന്നത് l പ്ലസ് kn/4 മൈനസ് cf ഇൻറ്റു i എന്ന് പറയുമ്പോൾ വിത്താണ്, ഡിവൈഡഡ് ബൈ എഫ്. സോ ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് നോക്കാനുള്ളത്. ഇനി വരുന്ന മീൻ ഡീവിയേഷൻ ആണ്. മീൻ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ സം എടുക്കുക, ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. ഇനി ടോട്ടൽ ഫ്രീക്വൻസി. ഇനി ഓരോ വാല്യൂവിനും നമുക്ക് ഓരോ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ സിഗ്മ എഫ് ഓഫ് ഡി അതിൻ്റെ മോഡ് എടുക്കുക, ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, അപ്പോൾ ഈ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമുക്കിപ്പോൾ x1, x2, x3, x4 ഇങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട്. എക്സ് ബാർ എന്ന് പറയുമ്പം നമ്മുടെ അരിത്തമെറ്റിക് മീൻ ആണ്, എം എന്ന് പറയുന്നത് മീഡിയൻ ആണ്, ഇസഡ് എന്ന് പറയുന്നത് മോഡാണ്, ഇങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഓരോ വാല്യൂസും നമ്മൾ ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നിന്ന് എത്രത്തോളം മാറി നിൽക്കുന്നു, അവരുടെ ഡിഫറൻസ് ആണ് എടുത്തിട്ട് നമ്മൾ ഡീവിയേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാനിപ്പം വിത്ത് റെസ്പെക്ട് ടു മീഡിയൻ ആണ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് വെച്ചെങ്കിൽ x1 മൈനസ് എം പ്ലസ് x2 മൈനസ് എം പ്ലസ് x3 മൈനസ് എം, ഇങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പോകും. ഇതാണ് നമ്മൾ ഡീവിയേഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഡീവിയേഷൻസിൽ നമ്മൾ അതിൻ്റെ മോഡ് വാല്യൂ ആണ് എടുക്കുന്നത്, മോഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഡീവിയേഷൻ. ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ മോഡ് ഓഫ് എം മൈനസ് എ എന്നാണ് എഴുതുക, അല്ലെങ്കിൽ എക്സ് മൈനസ് എ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. Quartile deviation of y equal to mod b of quartile deviation of x. ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ എഴുതാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും എഴുതും. മീൻ ഡീവിയേഷൻ ഓഫ് y ഈക്വൽ ടു മോഡ് ഓഫ് b ഇൻറ്റു മീൻ ഡീവിയേഷൻ ഓഫ് x. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് എം ഡി, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എങ്ങനെയാണ് വരിക, നമ്മൾ ഈ മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അതായത് എം ഡി മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ. അല്ല, ഇപ്പം നമ്മൾ മീൻ വെച്ചിട്ടല്ല, മീഡിയം വെച്ചിട്ടാണ് കണ്ടുപിടിച്ചെങ്കിൽ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയം. അല്ല എന്നുണ്ടെങ്കിൽ മോഡ് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചെങ്കിൽ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മോഡ് ചെയ്യാം. നെക്സ്റ്റ് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പിന്നെ അതിനുശേഷം നമുക്ക് വേരിയൻസും കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നോക്കാം. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു x1 മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഈ ആവറേജിൽ നിന്ന് നമ്മൾ ഡീവിയേഷൻ എടുക്കാം, എന്നിട്ട് സ്ക്വയർ എടുക്കാം, സമ്മില്ല. x2 മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ അപ് ടു xn മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ഇതെല്ലാം റൂട്ടിനകത്ത് വരും. അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ വേറെ രീതിയിൽ എഴുതാറുണ്ട്. ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഇതിന് റൂട്ടിനകത്ത്. ഇത് ഈ സിഗ്മ എക്സ് ബൈ എൻ എന്താണ്, അരിത്തമെറ്റിക് മീൻ ആണ് അല്ലേ. അപ്പം എക്സ് ബാർ സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയറും കൂടെ ഉണ്ട്. ഓക്കെ, ഇവിടെ സ്ക്വയറും കൂടെ ഉണ്ടല്ലോ. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ. ഇനി ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ റൂട്ട് എടുത്ത് കളഞ്ഞാൽ നമുക്ക് എന്തായി, നമ്മുടെ വേരിയൻസ്. കാരണം വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ സിഗ്മ സ്ക്വയറിൻ്റെ ഇക്വേഷൻസ് ഞാൻ ജസ്റ്റ് ഇവിടെ വേഗം നേരം സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഈ സിഗ്മ എന്ന് പറയുന്നത് x1 മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഈ എഴുതിയിരുന്നതിന് ഞാൻ സമ്മേഷൻ ഇട്ട് എഴുതി, അപ്പോൾ ഇത്രയായി. ഇനി വരുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നമ്മൾ സി വി എന്ന് പറയും, വിച്ച് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100. ഇനി നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ഡിസ്പെർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രോബബിലിറ്റിയുടെ ടോപ്പിക്സ് ആണ് വരുന്നത്. പ്രോബബിലിറ്റിയുടെ ടോപ്പിക്സ്. അപ്പോൾ പ്രോബബിലിറ്റിയുടെ ടോപ്പിക്സ് വരുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, രണ്ട് ഇവൻറ്റ്സ് ഉണ്ട്, എയും ബിയും. അതിന് ഇൻഡിപെൻഡൻറ്റ് എപ്പോഴാണ് പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അവർ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഈ ഒരു എ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ഉണ്ടെങ്കിൽ
അതുണ്ടാവാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് അല്ലേ. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ഇവൻ്റ് ഉണ്ട്, ഇത് എയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ടെയില് വീഴുന്നതാണ് എ എന്ന ഇവൻ്റെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ്, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഹെഡ് വീഴുന്നത്, അതിനെ നമ്മൾ ഈ കോംപ്ലിമെൻ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇതും ഉണ്ടാവാനുള്ള ഒരു പ്രോബബിലിറ്റി ഇല്ലേ. അപ്പോൾ ഈ രണ്ട് പ്രോബബിലിറ്റിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വി ഷുഡ് ഗെറ്റ് 1. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതും ഒരു പ്രോപ്പർട്ടി പോലെ ഓർത്ത് വെച്ചിരിക്കുക. ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ജനറലായിട്ട് നമ്മൾ ഏതൊരു ഇവൻറ്റിന് ഫോർ എനി ഇവൻറ്റ്സ് എ ആൻഡ് ബി പി ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്മളെങ്ങനെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, പിന്നെ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണ്, എ കോംപ്ലിമെൻറ്റും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്, എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി അഡിഷൻ തിയറിയും മൾട്ടിപ്ലിക്കേഷൻ തിയറിയും ഓഫ് പ്രോബബിലിറ്റി. അഡിഷൻ തിയറി വേറെ ഒന്നുമല്ല പറഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ ബി എന്നുള്ളത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. മൾട്ടിപ്ലിക്കേഷൻ തിയറം പറയുന്നത് നമ്മൾ വേറെ ഒന്നുമല്ല. മൾട്ടിപ്ലിക്കേഷൻ തിയറി ആക്ച്വലി രണ്ട് രീതിയിലുണ്ട്, ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സിനും ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിനും ഉണ്ട്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സിന് നമ്മൾ പൊതുവെ എഴുതുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഈക്വൽ ടു പി ഓഫ് എ ഗിവൺ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഇതിൽ ഞാൻ ഈ എ ഗിവൺ ബി എന്ന് പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ അടുത്ത് പറയും. ഓർ പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എങ്ങനെയാണ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് വരും അല്ലേ. സോ ഇത് രണ്ടാണ് അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ തിയറവും പറയുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി പറയുമ്പോഴത്തേക്കും പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഇത് റീഡ് ചെയ്യുന്നത് എ ഗിവൺ ബി എന്നാണ്. ഈ എ ഗിവൺ ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി എന്ന ഇവൻറ്റ് ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും, ഇറ്റ് വിൽ ബി ഗിവൺ, അത് ഓൾറെഡി ഒക്കർ ചെയ്ത ഇവൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ പ്രോബബിലിറ്റി ആണ് ചോദിക്കുന്നത്. ഇൻ ദാറ്റ് കേസ് എയുടെ പ്രോബബിലിറ്റി എത്രയാണ്. ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോമാണ് ബേയസ് തിയറം വരുന്നത്. സോ അതിൽ എ ഗിവൺ ബി എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ബി ഗിവൺ എ വെച്ചിട്ടായിരിക്കും പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഓക്കെ, ഇങ്ങനെയാണ് ബേയസ് തിയറത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉള്ളത് അഡ്വാൻസ്ഡ് പ്രോബബിലിറ്റി ആണ്. എക്സ്പെക്ടേഷൻ, മീൻ, വേരിയൻസ്, പി എം എസ്, പി ഡി എഫ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ബൈനറി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ,